8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് UAE ഒരു പൊതുമാപ്പ് വരുന്നത്. ഇത്തവണത്തെ പൊതുമാപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വിസ ഓവർസ്റ്റേ ആയിട്ടുള്ള ആളുകൾക്ക് ആണ് ഈ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താൻ കഴിയുക. അതുകൊണ്ട് തന്നെ വിസ ആംനസ്റ്റി എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന താമസ വിസയിലുണ്ടായിരുന്ന ആളുകൾക്ക് കൃത്യസമയത്ത് താമസ വിസ പുതുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് പ്രയോജനപ്പെടുത്താം. മറ്റൊന്ന് വിസിറ്റ് വിസയിലെത്തി വിസ കാലാവധി കഴിഞ്ഞിട്ട് സ്വദേശത്തേക്ക് മടങ്ങാതെ ഇരിക്കുക, അങ്ങനെയുള്ള ആളുകൾക്ക് ആളുകൾക്കും ഇത്തരത്തിലുള്ള ഈ വിസ ആംനസ്റ്റി അല്ലെങ്കിൽ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താം. ഇതിന് അപേക്ഷിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് ദുബായ് ആണെങ്കിൽ ദുബായിലെ 86 ആമർ സെന്ററുകളുണ്ട്. ആമർ സെന്ററുകൾ വഴി അപേക്ഷ സമർപ്പിക്കാം. GDRFAയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാം. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അബുദാബിയിലാണെങ്കിൽ ICP വഴി താമസ കുടിയേറ്റകാര്യ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാൻ. ദുബായിൽ മറ്റൊരു സംവിധാനം സൗകര്യമുള്ളത് GDRFAയുടെ തന്നെ അൽ അവീർ ജയിലിലെ പ്രത്യേക ടെന്റ് ഉണ്ട്. അവിടെ എത്തി വേണമെങ്കിലും അപേക്ഷ സമർപ്പിക്കാം. ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കേണ്ടത്, അപേക്ഷിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നീട് 14 ദിവസത്തിന്റെ ഉള്ളിൽ പുതിയ വിസയിലേക്ക് മാറുകയോ അല്ലെങ്കിൽ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുകയോ വേണം. പിഴയില്ലാതെ തന്നെ അല്ലെങ്കിൽ ഒരു വിധത്തിലുള്ള ജയിൽ ശിക്ഷയും ഇല്ലാതെ തന്നെ ആളുകൾക്ക് വിസ പുതുക്കുകയോ അല്ലെങ്കിൽ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകാൻ കഴിയുകയോ ചെയ്യുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ ഒരു ആശങ്ക ഉണ്ടാകാൻ സ്വാഭാവികമായിട്ട് സാധ്യത വിമാനയാത്രാ നിരക്കാണ്. ഓണമടക്കമുള്ള ഉത്സവ സീസണാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഉയർന്ന വിമാന യാത്രാ നിരക്ക് വരും. ആ സമയത്ത് ടിക്കറ്റ് ലഭിക്കാനില്ലാത്ത ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഉയർന്ന നിരക്ക് നൽകേണ്ടി വരുന്ന സാഹചര്യം ഇതുണ്ടാകും. ഇതിൽ ലോക കേരള സഭയും നോർക്കയുമൊക്കെയാണ് ഇടപെട്ട് സഹായം എത്തിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആനുകൂല്യം ഏറ്റവും ആദ്യം തന്നെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനാണ് പ്രവാസികൾ കൂടുതലായിട്ട് ശ്രമിക്കേണ്ടത്.